പത്തനംതിട്ട മൈലപ്രയിൽ കടയ്ക്കുള്ളിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയത് കഴുത്ത് ഞെരിച്ചാണെന്ന് സൂചന. തോർത്തും ലുങ്കിയും ഉപയോഗിച്ചാകാം കഴുത്ത് ഞെരിച്ചതെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത്ത് പറഞ്ഞു. കൊലപാതകത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെയാണ് വ്യാപാരി ജോർജ് ഉണ്ണുണ്ണിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശ്രീകുമാർ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. മൈലപ്രയിലെ കൊലപാതകം, അതിൽ കൂടുതൽ പേരുണ്ട്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ കഴുത്ത് ഞെരിച്ചു കൊന്നതാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എന്തുകൊണ്ട് പോലീസ് എത്തുന്നു? ഒപ്പം ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിൽ നിന്നും എന്തെങ്കിലും ഒരു സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ടോ? ആദ്യം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിൽ നിന്ന് ചെറിയ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചില വാഹനങ്ങളും അതുപോലെ തന്നെ ചില ആളുകളെയും ഒക്കെ പോലീസ് സംശയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഫോറൻസിക്കിന്റെയും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരുടെയും ഒരു പ്രാഥമിക പരിശോധന ഇന്ന് നടന്നത്. ആ മൃതദേഹ പരിശോധനയിൽ കഴുത്ത് ഞെരിച്ചാണ്, കഴുത്തിൽ പാടുകളുണ്ട്, കഴുത്ത് മുറുക്കിയ പാടുണ്ട്. അതുകൊണ്ട് ലുങ്കി കൊണ്ടോ അല്ലെങ്കിൽ തോർത്ത് കൊണ്ടോ കഴുത്ത് ഞെരിച്ചാകാം ഇത്തരത്തിൽ കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും പോലീസിനായ ഈ തോർത്ത് മണം പിടിച്ച് തൊട്ടടുത്ത ഏതാണ്ട് മീറ്ററുകൾക്കപ്പുറത്തെ 200 മീറ്ററുകൾക്കപ്പുറത്തെ ഒരു ഒഴിഞ്ഞ വീടിന് സമീപത്ത് നിൽക്കുകയായിരുന്നു. അതിന് തൊട്ടപ്പുറത്തേക്ക് പോയാൽ ഈ ജോർജ് ഉണ്ണുണ്ണിയുടെ വീടും ആ പ്രദേശത്ത് തന്നെയാണ്. എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ 2 DYSPമാർക്കാണ് അന്വേഷണം ചുമതല. പത്തനംതിട്ട DYSP നന്ദകുമാറിനും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് DYSPക്കും പത്തനംതിട്ട SP ആയിരിക്കും ഇതിന്റെ മേൽനോട്ട ചുമതല പൂർണ്ണമായി വഹിക്കുക. എന്തായാലും പോലീസിന് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ജോർജ് ഉണ്ണുണ്ണിയുടെ മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. വൈകിട്ടോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഒരു സ്പെഷ്യൽ ടീം തന്നെ അതിനുവേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞു എന്നാണ് പത്തനംതിട്ട SP വി അജിത്ത് പറയുന്നത്. ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്.